കഥ കഴിഞ്ഞു. സ്നേഹന്മാരെ, നിങ്ങളുടെ അൽബാനിയൊക്കെ നിങ്ങൾ എടുത്തില്ലേ? ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. വഫീഹി ഇല്ലതാനി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്. വഫീഹി ഇല്ലതാനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തു നിന്നത്. ഞാൻ 1ാമത്തെ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു ന്യൂനതയുണ്ട്. അപ്പത്തൊട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി, വായിക്കണം നിങ്ങൾ സനത്, വ്യത്യസ്തമായ സനത്, വ്യത്യസ്തമായ മത്തിന്. ഇനി അറിയണോ സഹോദരന്മാരെ മത്തിന് എന്താണെന്ന്? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത്? ആരെങ്കിലും നിന്നാൽ കാമ, ആയാള് നിന്നാൽ, അദ്ദേഹം നിന്നാൽ, ആര് നിന്നാൽ പറയണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, മത്തിന് മുഴുവൻ വായിക്കണം. വായിച്ചോ? വായിച്ചില്ല. വായിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഈ സംവാദം കഴിയുന്നതിന് മുമ്പ് ആ മത്തിന് ഞാൻ ഇവിടെ വായിക്കും. ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല. മുസ്ലിംമാരൊന്ന് ഉച്ചഭക്ഷണം കഴിക്കട്ടെ. ആ മത്തിന് ഞാൻ വായിച്ചാൽ മുസ്ലിംമാർക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഫീഹി ഇല്ലതാനി. അൽബാനി രേഖപ്പെടുത്തി. എന്തിനാ നിങ്ങളതെടുത്തത്? നിങ്ങളെ കൊണ്ടതെടുപ്പിക്കും. ഞങ്ങൾക്കറിയാം നിങ്ങളതെടുക്കും. കൊണ്ടുവന്ന് വെച്ച കിതാബുകൾ ഞങ്ങളും കാണുന്നുണ്ടല്ലോ. നിങ്ങളെ കൊണ്ടത് വായിപ്പിച്ചു. ഞാൻ പറഞ്ഞ കാര്യം അൽബാനിയുടെ ആ സിൽസിലയിലുണ്ട്. ഇനി അത് വായിച്ച് പഠിച്ചോ, ഞാൻ പറയേണ്ടതില്ലല്ലോ. സഹോദരന്മാരെ, മനസ്സിലാക്കണം. എന്താ വിഷയം? പ്രാർത്ഥനയ്ക്ക് മുജാഹിദുകൾ കൊടുത്ത നിർവചനം തെറ്റാണ് എന്ന് തെളിയിക്കാനാണ് മുസ്ലിംമാര് അവരുടെ ഉത്തരത്തിന്റെയും നമ്മുടെ ഉത്തരത്തിന്റെയും ഒക്കെ സമയത്ത് ഈ ഒരു വാചകം മലയാളത്തിൽ പറഞ്ഞു തുടങ്ങിയത്. ആദ്യത്തെ സമയത്ത് മലയാളം മാത്രം പറഞ്ഞു, ഹദീസ് വായിക്കാൻ ധൈര്യം കാണിച്ചില്ല. രണ്ടാമത് അവരുടെ സന്ദർഭത്തിൽ ആ ഹദീസിന്റെ ഒരു ഭാഗം വായിച്ചു, സനദ് വായിച്ചില്ല. മുഴുവൻ വായിക്കാൻ പറഞ്ഞിട്ട് മത്തിന് ഇതുവരെ വായിച്ചില്ല. അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പറയുന്നു പൊളിഞ്ഞുപോയി, പാളീസായി എന്നൊക്കെ. എന്ത് പൊളിയാൻ, എന്ത് പാളീസാകാൻ? നിർവചനം തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഹദീസിനെ പറ്റി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണമായിരുന്നു. അത് ഇസ്തിഗാസക്ക്, പ്രാർത്ഥനയ്ക്ക്, പ്രാർത്ഥനയല്ലേ തർക്കം, അപ്പൊ ഇത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞതിന് തെളിവുദ്ധരിക്കണം. നിങ്ങൾ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാവില്ല. നിങ്ങൾ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ കഴിയില്ല. കാമ, ഞാൻ പറഞ്ഞില്ലേ, ഹദീസിലെ കാമ എന്ന പദം ആരാ ഫായിൽ? ആര് നിന്നാൽ, ആര് വന്നാൽ, ആര് ചോദിച്ചാൽ ലൗജീബന്നഹു, ആർക്ക് ഉത്തരം ചെയ്യും? പറയണ്ടേ? നൗഷാദ് ഹസനി വിളിച്ചാലെന്നാണോ? അതല്ല ഫൈസൽ ഹസനി വിളിച്ചാലെന്നാണോ? കേരളത്തിലെ സമസ്തക്കാര് വിളിച്ചാലെന്നാണോ? ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും വിളിച്ചാലെന്നാണോ? അതല്ല ഏതോ ഒരു പ്രത്യേക വ്യക്തി പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് വിളിച്ചാലെന്നാണോ? പറയണം. നമുക്കിനിയും ചർച്ച ചെയ്യാം. നിങ്ങൾ വരണം. ഒന്നുറിന തെളിവല്ലെന്ന് ആളുകൾക്ക് മനസ്സിലായി. ആദം തെളിവല്ലെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു. ഇപ്പോഴോ കാമ, എന്റെ ഖബറിന്റെ അരികിൽ വന്ന് വിളിച്ചാൽ. അതാ ഞാൻ ചോദിച്ചത്, എന്റെ ഖബറിനരികിൽ പരിമിതമായി ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെ പറ്റിയുമാണോ? ആണെങ്കിൽ റസൂലിന്റെ ഔദാര്യം ഖബറിനടുത്ത് ചെല്ലുന്നവർക്ക് മാത്രമാണോ? ലോക മുസ്ലിങ്ങളെ പറ്റിയല്ല, ഉമ്മത്തീങ്ങളെ പറ്റി മുഴുവനല്ല. അതാ കാമ എന്ന് പറഞ്ഞത്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആ മത്തിന് കൂടി വായിക്കാം. ഇപ്പോൾ ഞാനത് വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ പറഞ്ഞ ആ പ്രാർത്ഥന അത് പൊളിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവശേഷിക്കുന്നു. ആ പ്രാർത്ഥനയാണ് അല്ലാഹു പറഞ്ഞ ഇന്നമാ ദുഉ റബ്ബി എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് ഉദുനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് വമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി എന്ന് പറഞ്ഞ ദുആ. അല്ലാഹു അല്ലാതെ മറ്റാർക്കും ഉത്തരം ചെയ്യാൻ കഴിയില്ല.
ആരോട് പ്രാർത്ഥിച്ചാലും പിഴച്ചു പോകും. ഈസാ നബി പെടും, ഉസൈർ പെടും. മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചു, അവർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല എന്ന്. ഞാൻ എന്റെ വകയായല്ല പറഞ്ഞത്, മുഫസ്സിറുകൾ പറഞ്ഞ ന്യായവും തെളിവും ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോ ഇല്ലത്ത് പറയണമെന്നല്ലേ ചോദ്യം? പറഞ്ഞു, ഞാനല്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. അതൊന്ന് വായിച്ചു നോക്കിയാൽ ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ 3 വിഷയങ്ങൾ. 1 ഇസ്തിഗാസക്ക് തെളിവാണെന്ന് പറയണം. 2 ന്യൂനതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നു ഇപ്പോഴും ന്യൂനതയുണ്ട്. ആ സനദുകൾ മുഴുവൻ വായിച്ചാൽ ഏത് സനദിലാണ് ന്യൂനതയെന്ന് ഞാൻ പറയും. 3-മത്തേത് അതിന്റെ മത്നുകൾ വായിക്കണം. അതും ഇവിടെ വായിച്ചിട്ടില്ല. 1-മത് ഇസ്തിഗാസക്ക് തെളിവാണെന്ന്, ഈ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തെളിവാണെന്ന് പറഞ്ഞാലേ മറ്റ് 2 പറയേണ്ട ബാധ്യത തന്നെ ഞങ്ങൾക്കുള്ളൂ. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥനയുടെ നിർവചനത്തിനാണല്ലോ തർക്കം. ഹദീസ് സഹീഹാണോ അല്ലേ എന്നതല്ല, പ്രാർത്ഥനയുടെ നിർവചനം പൊളിക്കാനാണ് നിങ്ങൾ അത് ഉദ്ധരിച്ചത്. അത് പൊളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ നിർവചനം ഇപ്പോഴും ഒരു അഹ്സനിക്കും തകർക്കാൻ കഴിയാത്ത ചെങ്കോട്ടയായി നിലനിൽക്കുന്നു എന്ന് ഈ സമൂഹം മനസ്സിലാക്കും. 2-മത്തെ പച്ചക്കള്ളവാട് പറഞ്ഞിരിക്കുന്നത് അത് തെളിയിച്ചിട്ട് ബാക്കി. മുസ്ലിംമാരുടെ മാന്യത നിങ്ങൾ തിരിച്ചറിയണം. സമയം കഴിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, സമയം കഴിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. പച്ചക്കള്ളമാണ് പറഞ്ഞത്. സമയം കഴിഞ്ഞതുപോലും മറന്നുപോയി. തങ്ങളുടെ സമയം കഴിഞ്ഞുപോയി എന്നതുപോലും മറന്നുപോയി. ഇവിടെ വായിച്ച കിതാബുകളിൽ വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ, വീണ്ടും അത് വായിക്കേണ്ട ആവശ്യവുമുണ്ടെങ്കിൽ സദസ്സ് നിശബ്ദമാവണം. സ്റ്റേജും സദസ്സും നിശബ്ദമാവണം. വായിച്ച കിതാബുകളിൽ വല്ല അബദ്ധങ്ങളുമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് വീണ്ടും വായിക്കാൻ ആവശ്യപ്പെടുക പോലെയുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരോട് പറഞ്ഞാൽ തീർച്ചയായും അത് വായിക്കാനുള്ള അവസരമുണ്ടാക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിനുള്ള വേദി മധ്യസ്ഥന്മാർ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കി തരുന്നതാണ്. അതിനു മുമ്പ് സദസ്സ് നിശബ്ദമായിരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഹനീഫ മൗലവി വായിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഉച്ചയ്ക്ക് ശേഷം വായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് എഴുതിയ കരാറിന്റെ സമയം അദ്ദേഹം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് കരാർ അനുസരിച്ച് അടുത്ത പരിപാടി ആരംഭിക്കുന്നത് അത് വായിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും. ഇപ്പോ ഇവിടെ ചോദിച്ച സംശയം വായിച്ച് തീരുമാനിച്ച് തീർച്ചപ്പെടുത്തിയതിനു ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള അടുത്ത സെഷൻ ആരംഭിക്കുന്നത്. അല്ലാഹു അക്ബർ.